അലൂമിനിയത്തിൽ ഇന്ന് എല്ലാ ഇന്റീരിയറും, ഒരു വീടിന്റെ എല്ലാ ഇന്റീരിയറും നമുക്ക് അലൂമിനിയത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. ഈ PVC ഷീറ്റ് തന്നെ ഫുള്ള് റൂട്ട് ചെയ്ത് കവർ ചെയ്തിരിക്കുന്ന രീതിയാണ് അലൂമിനിയത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള രീതി. നമുക്ക് അലൂമിനിയത്തിൽ ചെയ്യുമ്പോൾ നേരത്തെ കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടിരുന്നത് ഈ ഹിഞ്ചസ് ആയിരുന്നു. നമ്മൾ ഈ റാക്ക് കാര്യങ്ങളൊന്നും എല്ലാം അലൂമിനിയം ഡബിൾ സൈഡ് ഷീറ്റ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതല്ല. ഒരു ബെഡ്റൂമിന്റെ ഫുള്ള് ഇന്റീരിയർ ചെയ്ത വീഡിയോ കാണാം. അപ്പം ഫസ്റ്റ് ഇവിടെ നമ്മൾ ചെയ്തിരിക്കുന്നത് ഒരു ഡബിൾ ഡോറാണ്. ചെക്ക് വൈറ്റ് കളറിൽ ചെക്ക് ചെയ്ത് പ്ലെയിൻ ഗ്ലാസ് ഇട്ടിട്ട് ചെയ്തിരിക്കുന്നതാണ് ഈ രണ്ട് ഡബിൾ ഡോറ് കഴിഞ്ഞകത്തേക്ക് കയറി കഴിഞ്ഞാൽ ഈ ഭാഗത്തേക്ക് നമ്മളൊരു ചെറിയ TV യൂണിറ്റ്, ബെഡ്റൂമിൽ തന്നെ ഒരു ചെറിയ TV യൂണിറ്റ് സെറ്റ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇത് PVCയുടെ ലോവർ പാനൽ സെറ്റ് ചെയ്ത് കൊടുത്തിട്ട് ബോട്ടം ഒരു യൂണിറ്റ് കൊടുത്ത് TV ഈ ഭിത്തിയിൽ തന്നെ സെറ്റ് ചെയ്യുന്ന രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. പിന്നെ ഇവിടെ കൊടുത്തേക്കുന്നത് ഇതിന് മുകളിൽ ലോഫ്റ്റ് ചെയ്ത് ജസ്റ്റ് ഡോറ് മാത്രം പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. ഇവിടെ ഡോറ് മാത്രമേ ഉള്ളൂ. ഡോറ് മാത്രം കൊടുത്ത് ഹാൻഡിൽ കാര്യങ്ങൾ കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ക്ലോസ് ആയി നിൽക്കുന്ന രീതിയിൽ സെറ്റ് ചെയ്തിരിക്കുകയാണ്. ഇതിൻ്റെ കളർ വരുന്നത് അലൂമിനിയം ഫ്രെയിം അല്ല, ഷാമ്പയിൻ ഗോൾഡ് കളറും. ഷീറ്റ് ഒരു മെറ്റാലിക്കിൻ്റെ ഷാമ്പയിൻ മെറ്റാലിക് എന്ന് പറയുന്ന ഒരു കളറുമാണ്. ഒരു ഷാമ്പയിൻ ഗ്രേ എന്നൊക്കെ പറയും. അപ്പോൾ ആ ഒരു കോമ്പിനേഷൻ ഈ ബെഡ്റൂമിൻ്റെ മൊത്തത്തിലുള്ള ഒരു ആംബിയൻസ് ഈ ഷീറ്റും ഇതിൻ്റെ പെയിൻറ്റിങ് കാര്യങ്ങളെല്ലാം ഈ ഒരു കളറിലെ തീമിലേക്ക് കൊണ്ടുവന്നതുകൊണ്ടാണ് ഈ കളർ സെലക്ട് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ ബെഡ്റൂമിൻ്റെ മെയിനായിട്ടുള്ള ഒരു ഹൈലൈറ്റ് ഏരിയ ആണ് ഈ വാർഡ്രോബ് വരുന്ന ഏരിയ. അപ്പോൾ ഇവിടേക്ക് കയറുന്ന ഈ ഒരു ഭാഗത്ത് നമ്മളൊരു ആർക്കി ഡ്രൈവ് കൊടുത്തിട്ടുണ്ട്. വുഡൻ PVCയുടെ ഷീറ്റ് ഉപയോഗിച്ച് ആർക്കി ഡ്രൈവ് കൊടുത്തിട്ട് അതിനകത്ത് തന്നെ ലൈറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് ആർക്കി ഡ്രൈവ് കഴിഞ്ഞ് കയറി അകത്തേക്ക് വരുന്ന ഭാഗത്താണ് ഇവിടുത്തെ വാർഡ്രോബ് വരുന്നത്. ഇതിൻ്റെ വാർഡ്രോബ് ഫുള്ള് ഹൈറ്റും വിഡ്ത്തും ഈ ഒരു ഭിത്തിയുടെ ഫുൾ സൈസിലാണ് വാർഡ്രോബ് സെറ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു ഭാഗത്തേക്ക് ഒരു 4 ഡോറ് വരുന്നുണ്ട്. പിന്നീട് ഒരു ഡ്രസ്സിംഗ് യൂണിറ്റ്, മിററും താഴ്ഭാഗത്ത് ഡ്രോയർ കാര്യങ്ങളൊക്കെ. ഈ ഭാഗത്ത് വരുമ്പോൾ 3 ഡോറിന്റെ വാർഡ്രോബാണ്. ഇതിന്റെ മുകൾ ഭാഗത്ത് ലോഫ്റ്റ് ജസ്റ്റ് ഡോർ മാത്രം കൊടുത്തിരിക്കുകയാണ് സ്റ്റോറേജിന് വേണ്ടി. ഇതിനകത്ത് റാക്ക് കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. പിന്നീട് 2 ഡ്രോയർ, ലോക്കർ വരുന്ന രീതിയിൽ 2 ഡ്രോയർ നമ്മൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. 2 ഡ്രോയർ, അത് ജസ്റ്റ് നമുക്ക് ലോക്കർ എന്നുള്ള രീതിയിൽ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഭാഗത്തേക്ക് വരുമ്പോൾ 2 ഡോർ തുറന്നു കഴിഞ്ഞാൽ ഫുള്ള് റാക്ക് കാര്യങ്ങളാണ്. പിന്നെ ഈ അലമാര നമ്മൾ ചെയ്തിരിക്കുന്നതിന്റെ രീതി ലാസ്റ്റ് നമ്മൾ വീഡിയോയിൽ ഉൾപ്പെടുത്തുന്നതായിരിക്കും. നമ്മൾ ഈ റാക്ക് കാര്യങ്ങളൊന്നും എല്ലാം അലൂമിനിയം ഡബിൾ സൈഡ് ഷീറ്റ് ഉപയോഗിച്ച് ചെയ്തിരിക്കുന്നതല്ല. നമുക്ക് വീഡിയോയുടെ ലാസ്റ്റ് ഭാഗത്തേക്ക് പറയാം. ഈ ഭാഗത്ത് വരുമ്പോഴും ഈ ഒരു ഡോറിൽ ഫുള്ള് റാക്ക് കാര്യങ്ങൾ, 2 ഡോറിൽ ഫുള്ള് റാക്ക് കാര്യങ്ങൾ സെറ്റ് ചെയ്തിരിക്കുകയാണ്. പിന്നീട് ലാസ്റ്റുള്ള ഈ 2 ഡോറിൽ ആണ് നമുക്ക് ഷർട്ട് ഹാങ് ചെയ്യാനുള്ള ഒരു ഏരിയ കൊടുത്തിരിക്കുന്നത്. ഇവിടെ ഷർട്ട് ഹാങ് ചെയ്യാനുള്ള ഒരു ഏരിയയും മുകളിലും താഴ്ഭാഗത്തും 2 റാക്ക് രീതിയിലാണ് കൊടുത്തിരിക്കുന്നത്. നമുക്ക് പെട്ടെന്ന് ഉപയോഗിക്കേണ്ടാത്ത സാധനങ്ങളൊക്കെ ഈ ഭാഗത്തേക്ക് വെക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ റാക്ക് മുകളിലാക്കി കൊടുത്തത്. പിന്നെ മുകൾ ഭാഗത്തേക്ക് വരുമ്പം ജസ്റ്റ് ഡോർ മാത്രമേ കൊടുത്തിട്ടുള്ളൂ. ഈ ഡോർ മാത്രം പ്രൊവൈഡ് ചെയ്തിരിക്കുകയാണ്. താഴ്ഭാഗത്ത് നമ്മൾ ഈ അലമാര ചെയ്തിരിക്കുന്നത് PVCയുടെ ലാമിനേഷൻ ഷീറ്റും ഇലക്ട്രോപ്ലേറ്റഡ് അലൂമിനിയാണ്. അതിനകത്ത് ഡോറ് കാര്യങ്ങളെല്ലാം ഡബിൾ സൈഡ് ഷീറ്റാണ് ചെയ്തിരിക്കുന്നത്. ഇന്നർ ഭാഗത്തും ഔട്ടർ സൈഡിലും ഷീറ്റ് ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഡോറ് കാര്യങ്ങളെല്ലാം ചെയ്തിരിക്കുന്നത്. പിന്നീട് അകത്തേക്ക് വരുമ്പോൾ നമ്മൾ സാധാരണ ചെയ്യുന്നതിൽ വ്യത്യസ്തമായി ചെയ്തിരിക്കുന്നത് ഇതെല്ലാം മൾട്ടിവുഡിന്റെ ഷീറ്റിന്റെ റാക്കാണ്. ഫ്രണ്ടിൽ നമ്മൾ ഒരു ബീഡിങ് കാര്യങ്ങളെല്ലാം കൊടുത്തിട്ട് മൾട്ടിവുഡിന്റെ 17 mm മൾട്ടിവുഡിന്റെ ഷീറ്റാണ് റാക്ക് കാര്യങ്ങൾക്കും പാർട്ടീഷൻ കാര്യങ്ങൾക്കും എല്ലാം നമ്മൾ കൊടുത്തിരിക്കുന്നത്. അങ്ങനെ ചെയ്യുമ്പോൾ ഒരു പ്രത്യേകത എന്ന് പറയുമ്പോൾ നമുക്ക് അലൂമിനിയത്തിൽ ചെയ്യുകയാണെങ്കിൽ കുറച്ചുകൂടി ഒരു ഫിനിഷിങ് വരും. സാധാരണ ഡബിൾ സൈഡ് ഷീറ്റൊക്കെ ഉപയോഗിച്ച് ചെയ്യാറുണ്ട്, പക്ഷെ അതിനേക്കാൾ കുറച്ചും കൂടി ഫിനിഷിങ് കൂടുതലായിരിക്കും ഈ മൾട്ടിവുഡിന്റെ 70 mm മൾട്ടിവുഡ് ചെയ്ത് നമ്മൾ വാർഡ്രോബ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത്. പിന്നീട് ഇതിനകത്ത് പ്രത്യേകിച്ച് പറയാനുള്ളത്, ഇവിടെ ഈ ഡ്രസ്സിംഗ് ഏരിയ ഫുൾ ഒരു മിറർ കൊടുത്ത് അവിടെ ലൈറ്റ് കാര്യങ്ങൾ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. താഴ്ഭാഗത്തേക്ക് വരുമ്പോൾ ഡ്രോയറാണ്, വലിയ ഡ്രോയർ നമ്മൾ കൊടുത്തിട്ടുണ്ട്. ഒരു 2 ഡ്രോയർ വിത്ത് ലോക്ക് സൈതം കൊടുത്തിട്ടുണ്ട്. പിന്നെ താഴ്ഭാഗത്ത് വരുമ്പോൾ ഒരു ജസ്റ്റ് ഒരു ഡോർ മാത്രമാണ്, നമുക്ക് താഴേക്ക് തുറക്കാൻ പറ്റുന്ന രീതിയിൽ ജസ്റ്റ് ഡോർ മാത്രമാണ്. പിന്നെ നമുക്ക് അലൂമിനിയത്തിൽ ചെയ്യുമ്പോൾ നേരത്തെ കുറെ പരിമിതികൾ ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് നമുക്ക് ഏറ്റവും വലിയൊരു പ്രശ്നമായിട്ടിരുന്നത് ഈ ഹിഞ്ചസ് ആയിരുന്നു. അപ്പൊ ഹിഞ്ചസിന് SS സോഫ്റ്റ് ക്ലോസ് എന്ന് പറഞ്ഞ് വരുന്നെങ്കിലും ഇതിന്റെ ഈ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂവും ഇതിനകത്തെ ഈ സോഫ്റ്റ് ക്ലോസിന്റെ ഹൈഡ്രോളിക് കാര്യങ്ങളൊക്കെ SS ആയിരുന്നില്ല വരുന്നത്. അത് മാഗ്നറ്റ് പിടിക്കും, അതേപോലെ തുരുമ്പിക്കുന്നൊക്കെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പക്ഷെ ഇപ്പം നമുക്ക് ഇങ്ങനെയുള്ള ഹിഞ്ചസുകൾ അവൈലബിൾ ആണ്. ഈ അഡ്ജസ്റ്റ്മെന്റ് സ്ക്രൂവും അല്ലെങ്കിൽ അകത്തെ ഹൈഡ്രോളിക് കാര്യങ്ങളൊന്നും തുരുമ്പ് പിടിക്കാത്ത രീതിയിലുള്ള ഷോർട്ട് ആം SS സോഫ്റ്റ് ക്ലോസ് ഹിഞ്ചസ് നമുക്ക് ഇപ്പോൾ അലൂമിനിയത്തിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അവൈലബിൾ ആണ്. അതുകൊണ്ട് തന്നെ നമുക്ക് വർക്ക് കുറച്ചും കൂടി പ്രീമിയം ആക്കി എടുക്കാനും
ക്വാളിറ്റിയിൽ കുറച്ചും കൂടി നല്ല രീതിയിൽ നമുക്ക് ചെയ്തെടുക്കാനൊക്കെ പറ്റും. അപ്പോൾ ഇതൊക്കെയാണ് ഈ അലമാരയുടെ പ്രത്യേകതകൾ. പിന്നെ ഇതിനകത്ത് ഈ ആദ്യം നമ്മൾ പറഞ്ഞിരുന്നത് ഒരു ബോർഡർ കൊടുത്തേക്കുന്നത് കൊണ്ടാണ് ഈ ഒരു ഷീറ്റിന്റെ കളറും ആ ഒരു ലൈറ്റ് വുഡൻ ബോർഡർ വരുന്നത് കൊണ്ടാണ് ആ ഒരു കോമ്പിനേഷൻ കറക്റ്റ് ആകുന്നത്. പിന്നെ ഇതിന്റെ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം സാധാരണ രീതിയിൽ കൊടുക്കുന്നതിന് പകരം ടീ ഹാൻഡിൽ എന്ന് പറയുന്ന ഫുൾ ഹൈറ്റിൽ കൊടുക്കാൻ പറ്റുന്ന രീതിയിലാണ് നമ്മൾ ഏകദേശം 30 ഇഞ്ചിലാണ് ഈ ഹാൻഡിൽ കാര്യങ്ങളെല്ലാം കൊടുത്തിരിക്കുന്നത്. എല്ലാ ഡോറും നമ്മൾ ലോക്ക് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അപ്പം ഇതൊക്കെയാണ് ഈ അലമാരയുടെ ഈ ഒരു ബെഡ്റൂം ഇന്റീരിയർ ചെയ്തേക്കുന്നതിന്റെ വിശേഷങ്ങൾ. അപ്പം പലരും നമ്മളോട് ചോദിക്കാറുണ്ട്, നമ്മുടെ ലൊക്കേഷന് കാര്യങ്ങളൊക്കെ ചോദിക്കാറുണ്ട്. നമ്മുടെ ലൊക്കേഷൻ വരുന്നത് കൊല്ലം ജില്ലയിൽ കരുനാഗപ്പള്ളിയിലാണ്. വർക്ക് കാര്യങ്ങൾക്ക് വേണ്ടി നമ്മുടെ നമ്പറിൽ കോൺടാക്ട് ചെയ്യുക. വിളിച്ചിട്ട് കിട്ടിയില്ലെങ്കിൽ മാക്സിമം നിങ്ങൾ മെസ്സേജ് അയക്കുക. വർക്ക് എൻക്വയറി എന്ന് പറഞ്ഞ് നിങ്ങൾ മെസ്സേജ് ഇട്ട് കഴിഞ്ഞാൽ നമ്മളത് കോൺടാക്ട് ചെയ്ത് തിരിച്ച് റിപ്ലൈ തരുന്നതായിരിക്കും. കാരണം വർക്ക് സംബന്ധമായിട്ടൊക്കെ നമ്മൾ നിൽക്കുകയാണെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ കോളുകൾ എടുക്കാൻ പറ്റിയെന്ന് വരില്ല. ഇപ്പം തന്നെ സമയം ഏകദേശം 10:45 രാത്രി ആയിട്ടുണ്ട്. വർക്ക് കഴിഞ്ഞ് നമ്മൾ ഇറങ്ങുന്ന സമയമാണ്. അപ്പം പല സൈറ്റുകളിലും ഇതേ രീതിയിലായിരിക്കും. പിന്നെ ഓരോ വർക്കുകൾ നമ്മൾ ഷെഡ്യൂൾ ചെയ്താണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഒരുമിച്ച് എല്ലാ വർക്കുകളും കൂടെ വന്നു കഴിഞ്ഞാലുള്ള ബുദ്ധിമുട്ട് കാരണം ഓരോ വർക്കുകൾ തീരുന്ന സമയത്തിനനുസരിച്ച് അടുത്ത വർക്കുകൾ എടുത്ത് അങ്ങനെ ചെയ്തു പോകുന്ന ഒരു രീതിയിലാണ് ഇപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പം അതുകൊണ്ട് വർക്ക് കാര്യങ്ങൾക്ക് ഇതേപോലെ രീതിയിലുള്ള ഇന്റീരിയർ സംബന്ധമായുള്ള എല്ലാ അലൂമിനിയത്തിലെ എല്ലാ രീതിയിലുള്ള വർക്കുകളും നമ്മൾ ചെയ്യാറുണ്ട്. ഏറ്റവും നോർമൽ രീതിയിൽ മുതൽ ഏറ്റവും പ്രീമിയം രീതിയിൽ. അലൂമിനിയത്തിൽ നിന്ന് പ്രീമിയം ആയിട്ട് നമ്മൾ പല വീഡിയോയിലും പറഞ്ഞിട്ടുള്ളതാണ്. റൂട്ട് ചെയ്യുന്ന രീതിയിൽ, അതായത് ഈ അലൂമിനിയത്തിന്റെ ഈ സെക്ഷൻ ഒന്നും ഡോറിന്റെ ഈ സെക്ഷൻ ഒന്നും കാണത്തില്ല. ഇലക്ട്രോപ്ലേറ്റിനാണ് ഈ സെക്ഷൻ. ഇപ്പൊ ഈ സെക്ഷൻ ഒന്നും കാണാതെ ഈ PVC ഷീറ്റ് തന്നെ ഫുള്ള് റൂട്ട് ചെയ്ത് കവർ ചെയ്യുന്ന രീതിയാണ് അലൂമിനിയത്തിൽ ഇന്ന് അവൈലബിൾ ആയിട്ടുള്ള ഏറ്റവും പ്രീമിയം ആയിട്ടുള്ള രീതി. അപ്പൊ ആ രീതിയിലുള്ള വർക്കുകളെല്ലാം നമ്മൾ ചെയ്യുന്നുണ്ട്. പക്ഷെ അങ്ങനെ ചെയ്യുമ്പോൾ ഉള്ള ഒരു കാര്യം എന്ന് പറഞ്ഞാൽ നമുക്ക് ഒരു പെട്ടെന്ന് ചെയ്ത് തീർക്കാൻ പറ്റില്ല. സാധാരണ ചെയ്യുന്നതിനേക്കാൾ കുറച്ചുകൂടി ദിവസങ്ങൾ കൂടുതൽ വേണ്ടി വരും അങ്ങനെയുള്ള വർക്കുകൾ ചെയ്യുമ്പോൾ. അപ്പം ഒരു ടൈം പീരീഡിൽ ചെയ്ത് തീർക്കാൻ പറ്റുന്ന രീതിയിലുള്ളതാണെങ്കിൽ നമുക്ക് നല്ല രീതിയിൽ ഫിനിഷ് കാര്യങ്ങളൊക്കെ ചെയ്ത് വർക്ക് കംപ്ലീറ്റ് ചെയ്യാൻ അലൂമിനിയത്തിൽ ഇന്ന് എല്ലാ ഇന്റീരിയറും, ഒരു വീടിന്റെ എല്ലാ ഇന്റീരിയറും നമുക്ക് അലൂമിനിയത്തിൽ ചെയ്തെടുക്കാൻ പറ്റും. അത് ചെറിയ രീതിയിൽ മുതൽ ഏറ്റവും പ്രീമിയം രീതിയിൽ വരെ നമുക്ക് അലൂമിനിയത്തിൽ ചെയ്തെടുക്കാൻ പറ്റും എന്നുള്ളതാണ് ഒരു പ്രത്യേകത. വീഡിയോയുടെ അഭിപ്രായങ്ങൾ കാര്യങ്ങളൊക്കെ നമ്മുടെ ഈ കമന്റ് ബോക്സിൽ തന്നെ നിങ്ങൾ അറിയിക്കുക. ഇത് നല്ലതാണെങ്കിലും ഇനി അല്ല എന്ത് അഭിപ്രായമാണെങ്കിലും കമന്റ് കാര്യങ്ങളിലൊക്കെ അറിയിക്കുക. പിന്നെ വർക്ക് എൻക്വയറി കാര്യങ്ങളൊക്കെ ആണെങ്കിൽ നമ്മുടെ വാട്സാപ്പിൽ മാക്സിമം കോൺടാക്ട് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, താങ്ക് യു.